ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. മലബാർ ഭാഗത്ത് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഈ ഒരു വിഭവം നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞിപ്പത്തിരി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പൊടിയൊന്ന് വാട്ടിക്കുഴയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെയൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫാക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പത്തിരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലൊരു പത്തിരിയുടെയോ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്ക് നല്ലതുപോലെയൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി മുഴുവനും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തവി ഉപയോഗിച്ച് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിതിന് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂടുള്ളത് കൊണ്ട് നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ മീൻ കൊണ്ടുള്ള കുഞ്ഞിപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ മാവ് തണുത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീനൊന്ന് മസാല തേച്ച് വെക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ദേശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത ഏതൊരു മീനും നമുക്ക് ഈ കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഈ മീനിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് കൈകൊണ്ട് നല്ലതുപോലെയൊന്ന് കുഴച്ച് നമുക്ക് ഈ മീനിലേക്ക് നല്ലതുപോലെയൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മീനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെയൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് വെച്ച മാവ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ ഉരുളയെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ നീട്ടി ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും ചെറിയൊരു പീസ് നമുക്ക് മുറിച്ചെടുത്ത് ഇത് നമുക്ക് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നടുക്കൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ കുഞ്ഞിപ്പത്തിരി എല്ലാം തയ്യാറാക്കിയെടുക്കേണ്ടത്. ചില ഭാഗങ്ങൾ ഇതിനെ കക്കറൊട്ടി എന്നും പറയാറുണ്ട്. ചിലപ്പോൾ കക്കയുടെ ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാവാം ഇതിനെ കക്കറൊട്ടി എന്ന് വിളിക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഈ മാവ് മുഴുവനും ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കാം. ഞാനിതിലെല്ലാം തന്നെ അരിപ്പൊടി തൂക്കിക്കൊടുത്ത് ഒന്നും ഒട്ടാതെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. അപ്പച്ചെമ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തട്ടിറക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം. പത്തിരി വെന്ത് വരുമ്പോഴത്തേന് ഇതിൽ നിന്നും വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്തിരി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പത്തിരി നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ മീനും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. മീൻ ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പോഴിതാ നമ്മളുടെ മീനിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം തിരിച്ചിടാം. തിരിച്ചിട്ട വശം കൂടി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിതാ നമ്മളുടെ മീനെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
മീൻ മുഴുവൻ ഞാൻ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് അത്യാവശ്യം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സവാള വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഈ തക്കാളി വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാൻ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുള്ളൊക്കെ ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം. മീനെല്ലാം തന്നെ ഞാൻ ഒട്ടും തന്നെ മുള്ളില്ലാതെ ഇതുപോലെ തന്നെ അടത്തിയെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം ഇളക്കി കൊടുത്തൊന്ന് അടച്ചു വെച്ചായിരുന്നു. ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് നല്ലതുപോലെ ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ വെന്ത് ഒരു മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. പത്തിരി ഞാനിവിടെ കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഈ പത്തിരിയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അല്പസമയം കൊണ്ട് തന്നെ നമ്മളുടെ കുഞ്ഞിപ്പത്തിരിയിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കടുകും കൂടെ താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഒരു 2-3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പത്തിരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ സ്വാദിഷ്ടമായ കുഞ്ഞിപ്പത്തിരി ഇവിടെ തയ്യാറായി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞിപ്പത്തിരിയാണെന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ബീഫിലോ അതുപോലെ തന്നെ ചിക്കനിലോ ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നതുവരെ താങ്ക് യു.